കോടതി നിയമമൊന്നും ഞാൻ ആദ്യമായിട്ട് കാണുന്നതല്ലല്ലോ. ഈ കേസ് ഏറ്റെടുക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് ഗോകുലിന് പിന്മാറിക്കൂടെ? അതും ഒരു സഹായമാണ്. ഒരു സുഹൃത്തെന്ന നിലയിൽ അത്രയെങ്കിലും ഗോകുൽ എനിക്ക് വേണ്ടി ചെയ്യണം. നിന്ന് മോങ്ങാതെ പൊക്കോ. മാഡം, ഇവർക്കൊന്നും അറിയില്ലെങ്കിൽ പിന്നെ ആ CI രാജീവ് തന്നെ ആയിരിക്കും ഇതിന് പിന്നിൽ. എനിക്കൊരാളെ ഒന്ന് വിളിക്കണം. എന്താ വന്തിക? കൺഗ്രാറ്റ്സ്. എന്തിന്? ഇപ്പൊ TV കണ്ട വാർത്തയാണോ? അത് ഞാൻ മുമ്പേ അറിഞ്ഞതാ. എനിക്ക് അത്യാവശ്യമായിട്ട് ഗോകുലിനെ ഒന്ന് കാണണം. ഞാനവിടെ വീട്ടിൽ തന്നെയുണ്ട്, നിങ്ങൾക്ക് വന്നാൽ മതി. വാലിന് തീ പിടിച്ച പോലെ ഒരാളിപ്പിങ്ങ് പാഞ്ഞു വരും. ആര്? അവന്തിക. ഞാനൊന്ന് പേടിച്ചുപോയി. നമുക്കൊന്നും അറിയില്ലെന്ന് പറഞ്ഞെങ്കിലും അവന്തിക അത് വിശ്വസിക്കില്ല. പിടിക്കപ്പെട്ട ഏത് നിമിഷം ഇവിടുന്ന് ഇറങ്ങേണ്ടി വരും. അങ്ങനെ അങ്ങ് ഇറങ്ങിപ്പോവാനൊന്നും ഞാൻ തീരുമാനിച്ചിട്ടില്ല. ഇവിടെ നിന്ന് എന്നെ ഫൈറ്റ് ചെയ്യും. സുഗതൻ മേനോന്റെ വരവ് ഗംഭീരമായി. അവന്തിക നിന്ന് പുകഞ്ഞു കത്തിയത് കണ്ടില്ലേ? അയാൾ ആരാണെന്ന് അവൾക്ക് ഒരു പിടിയും കിട്ടിയിട്ടില്ല. ആ കാര്യത്തിൽ രാജീവ് സാറിനെ സമ്മതിക്കണം. നമ്മൾ പോലും അറിയാതല്ലേ അയാളെ കണ്ടെത്തിയത്. ഇന്ന് അവന്തിക മിക്കവാറും ഉറങ്ങത്തില്ല. ഇന്ന് രാത്രി എന്തിന്? എന്റെ ഊഹ ശരിയാണെങ്കിൽ സുഗതൻ മേനോന് വേണ്ടിയുള്ള അവരുടെ അന്വേഷണം ഇപ്പൊ തുടങ്ങും. ഹലോ ചേച്ചി. എന്തായി? അവന്റെയൊക്കെ എന്തെങ്കിലും സംശയമുണ്ടോ? എന്റെ ചേച്ചി ഒന്നും പറയണ്ട. ചാനലിന്റെ വാർത്ത വന്നതോടുകൂടി ഇവിടെ ഭൂകമ്പായിരുന്നു. എന്നെ അമ്മയും തിന്നില്ലെന്നേ ഉള്ളൂ. ഞങ്ങളിപ്പോ സംശയത്തിന് നിടല്ല. ഒന്നുകൊണ്ട് ഭയപ്പെടണ്ട. അവന്തിയുടെ അടുത്ത നീക്കങ്ങൾ എന്താന്ന് നമുക്കറിയണം. ദാ ഇപ്പോ രണ്ടുപേരും കൂടെ കാറെടുത്ത് പുറത്തേക്ക് പോയിട്ടുണ്ട്. ഇത് നല്ലൊരു ചാൻസാ. എന്തായാലും അവര് തിരിച്ചു വരാൻ കുറച്ച് സമയമെടുക്കും. ഈ സമയം കൊണ്ട് സിസ്റ്റത്തിൽ നിന്ന് എല്ലാ വിവരങ്ങളും പെൻഡ്രൈവിലോട്ട് കോപ്പി ചെയ്തെടുക്കണം. എന്നിട്ട് ആ പെൻഡ്രൈവ് സേഫായിട്ട് സൂക്ഷിക്കുകയും വേണം. ശരി ചേച്ചി, അത് ഞാൻ ഏറ്റു. എന്നാ പിന്നെ ഇനി ഒട്ടും താമസിപ്പിക്കണ്ട, വേഗം ചെന്നോ. അത് കഴിഞ്ഞാ ഉടനെ എന്നെ വിളിക്കണേ. ഓക്കെ ചേച്ചി. ശരി. ഇത് വല്ലാത്തൊരു അത്ഭുതമായിപ്പോയി. കുറച്ചു നേരം മുൻപ് ഞാൻ സമൃദ്ധയുടെ മോളുടെ കാര്യം പറഞ്ഞതേ ഉള്ളൂ. അത് ശരി. അപ്പൊ ഇടയ്ക്ക് രണ്ടുപേരും കൂടി എന്റെ കാര്യം സംസാരിക്കാറുണ്ടല്ലേ? അല്ല, എന്നിട്ട് സമൃദ്ധ എവിടെ? മുറിയിലുണ്ട്. മോളിരിക്കെ, ഞാൻ ഇപ്പൊ വിളിക്കാം. വേണ്ട, ഞാനൊരു കേസിന്റെ കാര്യത്തിൽ ഗോകുലിനെ കാണാനാ വന്നത്. ആദ്യം ഞങ്ങളൊന്ന് സംസാരിക്കാം.
എന്നിട്ട് സമൃദ്ധയെ വിളിച്ചാൽ മതി. ഗോകുൽ, എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. നിങ്ങൾ സംസാരിച്ചിരിക്കെ, അപ്പോഴേക്കും ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. അവധി ഇരിക്കേ. എന്നെ മനഃപൂർവ്വം ദ്രോഹിക്കാനായിട്ട് ആരോ കുത്തിപ്പൊക്കി കൊണ്ടുവന്നിരിക്കുന്ന ഈ കേസ്. എനിക്ക് അതുമായിട്ട് ഒരു ബന്ധവുമില്ല. അതെല്ലാം എന്നും അടഞ്ഞുപോയ അധ്യായങ്ങളാ. പക്ഷേ തീർപ്പാക്കാതെ ചില കണക്കുകൾ ബാക്കിയുണ്ടെങ്കിലും അങ്ങനെ വരുമ്പോ അടഞ്ഞ അധ്യായങ്ങൾ വീണ്ടും തുറക്കപ്പെടുന്നത് സ്വാഭാവികമല്ലേ? ഗോകുൽ, എനിക്ക് അതിനെക്കുറിച്ച് വിശദമായിട്ട് സംസാരിക്കണം. വരൂ. ഒരു ലീഗൽ മെറിറ്റും നിങ്ങൾക്ക് ഈ കേസിലില്ല. എനിക്കെന്നല്ല, ഒരു വക്കീലിനും ഈ കേസിൽ നിങ്ങളെ സഹായിക്കാനാവില്ല. പിന്നെ എങ്ങനെ ഞാൻ നിങ്ങളൊപ്പം നിൽക്കും? എന്നെ സഹായിക്കാൻ ഗോകുലിന് കഴിയുമെന്ന് എനിക്ക് ഉറപ്പുള്ളതുകൊണ്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. എങ്ങനെ? നോ, ഈ കേസിൽ സർക്കാർ നിയോഗിച്ചിട്ടുള്ള സ്പെഷ്യൽ പ്രോസിക്യൂട്ടറാണ് ഞാൻ. പ്രതിഭാഗത്ത് നിൽക്കുന്ന നിങ്ങൾ എന്നെ കാണാൻ വന്നത് തന്നെ തെറ്റ്. സോറി, ഐ എം ഹെൽപ്ലെസ്. കോടതി നിയമമൊന്നും ഞാൻ ആദ്യമായിട്ട് കാണുന്നതല്ലല്ലോ. ഈ കേസ് ഏറ്റെടുക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് ഗോകുലിന് പിന്മാറിക്കൂടെ? അതും ഒരു സഹായമാണ്. ഒരു സുഹൃത്തെന്ന നിലയിൽ അത്രയെങ്കിലും ഗോകുൽ എനിക്ക് വേണ്ടി ചെയ്യണം. നെവർ.